വർഷത്തോളം സ്കൂളിൽ പഠിപ്പിച്ചു. ജോലിയിൽ നിന്ന് വിരമിച്ച് വന്ന സമയത്താണ് വളരെ യാദൃശ്ചികമായി എൻ്റെ ബ്രദറിലോ എന്നെ ആർസിയും പരിചയപ്പെടുത്തുന്നത്. അപ്പൊ വളരെ സംശയത്തോടുകൂടിയാണ് ഇതിൽ വന്നത്. സ്വാഭാവികമായിട്ട് മിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഗുണങ്ങള്, അതിൻ്റെ നന്മകള്, അപ്പൊ അതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ശരിക്കും ഒരു വണ്ടർ വേൾഡ് തന്നെയാണ് ആർസി. വെറുതെ ഒരു പരസ്യവാചകമല്ല, യഥാർത്ഥമായ ഒരു അനുഭവത്തെ അത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഉണ്ടാക്കി നൽകുന്ന തരത്തിലുള്ള ഒരു വാചകമാണ് ആർസിയും വണ്ടർ വേൾഡ് എന്ന് പറയുന്നത്. സാധാരണ കമ്പനികളൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് പരസ്യത്തിന്റെ മേന്മയ്ക്കും അല്ലെങ്കിൽ ആകർഷകമായ ഒരു ടൈറ്റിൽ ഉണ്ടാക്കുവാനും വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളത് വീട്ടിൽ ഡിസ്പ്ലേ വാളുണ്ട്, ഹോം ഡിസ്പ്ലേ വാളുണ്ട്, അത് നന്നായിട്ട് പോകുന്നുണ്ട്. ചുറ്റുപാടുള്ള ആൾക്കാർ, സുഹൃത്തുക്കള്, ബന്ധുക്കളൊക്കെ ഇവിടെ വന്ന് സാധനം വാങ്ങിക്കുന്നുണ്ട്. അത്യാവശ്യമുള്ളവർക്ക് ഞാൻ വീട്ടിലെ ഉൽപ്പന്നങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നുണ്ട്, ആൻസിയും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ പോയി ആൾക്കാരുമായിട്ട് സംസാരിക്കാറുണ്ട്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരുമായിട്ട് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്, ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇതിന്റെ ഓരോ പടവുകള്, അല്ലെ ഓരോത്തിനും ഓരോ സ്റ്റെപ്പുകളുണ്ട്. അങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ നമ്മൾ മന്ദം മന്ദം, ചിലപ്പോൾ വേഗത്തില് ഒക്കെ ഇങ്ങനെ ചവിട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടുണ്ട്, പഠിച്ച കാര്യങ്ങൾ പ്രവൃത്തി വിധത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് നല്ല തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. അപ്പൊ പഠനം എന്ന് പറയുന്നത് ആർസിമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മർമ്മമാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്രൊഡക്റ്റുകളെ പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രൊഡക്റ്റുകൾക്കകത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ബിസിനസ് പരമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങനെ ഇത് പരസ്പരം ഒരു സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് വിജയം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന എഫോർട്ടിനെ അനുസരിച്ചിരിക്കും ആ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിക്കൊണ്ട് ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ 10 കൽപ്പനകളെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാം, കൽപ്പനകളൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ട്. ബൈബിളിലൊക്കെ 10 കൽപ്പനകളുണ്ട്. മോശയുടെ 10 കൽപ്പനകളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അതുപോലെ ആരോഗ്യത്തിൽ നമുക്കൊരു 10 കൽപ്പനകളുണ്ട്. 10 കൽപ്പനയിൽ അത് കൂടുതൽ വരും, എന്നാലും നമുക്കൊരു 10 കൽപ്പനകളായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് അതിൻ്റെ ഒരു ബന്ധത്തെ നമുക്കൊന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പരിശോധിക്കാം. അപ്പൊ ആ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത്, ആരോഗ്യത്തിന്റെ 10 കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് ശരിയായ ഉറക്കം എന്നുള്ളതാണ്. അപ്പൊ ശരിയായ ഉറക്കം, അപ്പൊ നമ്മൾ ഇന്ന് ഉണർന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെല്ലാം ഉണർവിലാണ്. ഉണർവെന്നുള്ള ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിരിക്കുന്നവരാണ്. എത്ര പേര് ശരിയായി ഉറങ്ങി? ശരിയായ ഉറക്കം ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങും. ഇപ്പം ഉറക്കത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ചിലര് മയക്കത്ത് മാത്രമേ. ഇപ്പം നമ്മള് ജീവിതത്തിന്റെ ഒരു 3 തലങ്ങളെ എടുക്കുവാണെങ്കിൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഇങ്ങനെ പറയാം. ഇപ്പൊ ജാഗ്രത എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ പ്രവൃത്തി ചെയ്യുന്ന സമയമാണ്. അപ്പൊ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്, രാത്രിയാകുമ്പം ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 9 മണി അല്ലെങ്കിൽ ചിലർ 11 മണി, ചിലർ 12 മണി ഒക്കെയാണ് കിടക്കുന്നത്. അപ്പൊ കിടക്കുന്ന സമയത്തിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം 3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം. ചിലര് 11 മണിക്കൊക്കെ കഴിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചുള്ള ഉറക്കത്തിന്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ചിലര് മയങ്ങുക മാത്രമേ, ചുമ്മാ ഒന്നും മയങ്ങി കടന്ന് കുറെ സ്വപ്നമൊക്കെ കണ്ട് ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും പയ്യെ എഴുന്നേറ്റ് വരും. അപ്പൊ അത് ശരിയായ ഉറക്കം എന്ന് പറയാൻ പറ്റത്തില്ല. ശരിയായ ഉറക്കം എന്ന് പറയുന്നത് സുഷുപ്തിയാണ്. സുഷുപ്തി എന്ന് പറയുന്നത് ഗാഢനിദ്രയാണ്. ഈ ഗാഢനിദ്രയിൽ നമ്മളൊരു 3-4 മണിക്കൂറെങ്കിലും പോയെങ്കിൽ മാത്രമേ ശരിയായ രീതിയിലുള്ള നമ്മുടെ ആരോഗ്യത്തിന്റെ ഭദ്രത ഉറപ്പാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഉറക്കുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിന്റെ മെയിൻ്റെനൻസ് എല്ലാം നടക്കുന്നത്. ശരീരത്തിന്റെ റിപ്പയറിംഗ് എല്ലാം നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ എല്ലാ റിപ്പയറിങ്, ശരീരത്തിന്റെ മെറ്റബോളിസം കഴിഞ്ഞുള്ള അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനം കഴിഞ്ഞുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്നത് ഉറക്കത്തിലാണ്. ഒരു വാഹനം നിരന്തരമായിട്ട് ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ
അതിന് കേടുപാടുകൾ സംഭവിക്കും. അത് നിർത്തിയിടും. അല്ല, ഈ എഞ്ചിനൊക്കെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനെ നിർത്തിയിട്ട് തണുപ്പിച്ചിട്ട് ശേഷമാണ് അത് വീണ്ടും ഓടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം ഒരു എഞ്ചിനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ശരീരത്തെ ശരിയായ രീതിയിൽ നമ്മൾ പരിചരിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പൊ അതിന് ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഉറങ്ങാതിരിക്കാനുള്ള പല കാരണങ്ങളുണ്ട്. ഇപ്പം മാനസിക സമ്മർദ്ദം നമുക്ക് ഉറങ്ങാൻ തടസ്സമാകുന്ന ഒരു കാരണമാണ്. പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ, പ്രമേഹം, കൊളസ്ട്രോള്, പ്രഷർ, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഉറക്കത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന് നമ്മളൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാവും. അപ്പൊ അത് നമുക്ക് നമ്മളാൽ കഴിയുന്ന വിധം നമ്മളത് പരിശോധിച്ച് സ്വന്തം ശരീരത്തെ പഠിക്കുക, സ്വന്തം ശരീരത്തെ മനസ്സിലാക്കി അതനുസരിച്ച് വേണ്ട കാര്യങ്ങൾ നമ്മളതിന് ചെയ്തെങ്കിൽ മാത്രമേ അത് പരിഹാരമാവുകയുള്ളൂ. അപ്പൊ അതിനായിട്ട് നമ്മുടെ RCMൽ നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഗാമ ഒറൈസിനോൾ ഉള്ളത് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഞാൻ ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഗാമ ഒറൈസിനോൾ, ഹെൽത്ത് ഗാർഡ്. ഈ ഗാമ ഒറൈസിനോൾ നമ്മുടെ ഒരുപാട് ശാരീരികമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ദോഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ഉറക്കമില്ലായ്മയ്ക്ക് വരെ പരിഹാരം കണ്ടെത്തുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് ഡെയിലി 2 നേരം ഏറ്റവും കുറഞ്ഞത് കഴിക്കാം. രാവിലെയും വൈകിട്ടും ആഹാരത്തിന് മുമ്പ് കഴിക്കുന്നതാണ് നല്ലത്. ഉറക്കത്തെ സഹായിക്കുന്ന, പലപ്പോഴും നമുക്ക് ഉറക്കത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വലിയൊരു ഘടകം എന്ന് പറയുന്നത് മാനസിക പിരിമുറുക്കമാണ്, മാനസിക സമ്മർദ്ദം. അല്ലെ, മാനസിക സമ്മർദ്ദത്തിന് ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ പലതരത്തിലുള്ള നമ്മുടെ പിരിമുറുക്കങ്ങൾ, ടെൻഷനുകൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, ഇതെല്ലാം നമ്മളെ മാനസിക സമ്മർദ്ദത്തിലേക്ക് ഇരിക്കും. അപ്പോൾ തന്നെ നമുക്ക് സന്തോഷത്തിന്റെ ഹോർമോൺ വഴി എൻഡോർഫിൻസ്, അല്ലെ, അതിന്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ഹെൽത്ത് ഗാർഡിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാവരും നിർബന്ധമായിട്ടും ഇത് കഴിക്കുന്നത് നല്ലതാണ്. എൻ്റെ അനുഭവത്തിലും ഇവിടുത്തെ വീട്ടിലുള്ള ഞങ്ങളുടെ വീട്ടിലെല്ലാവരും തന്നെ ഇത് ഉപയോഗിക്കുന്നതാണ്, ഗാമാറസിനോട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പം ഉറക്കം വരാതിരിക്കാൻ, ശരിക്കും പറഞ്ഞാൽ ഇത് ഉറക്കഗുളിയല്ല. അങ്ങനെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഉറക്കഗുളിയല്ല. പക്ഷെ ഉറങ്ങാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം ഇതിനകത്തുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസിക സമ്മർദ്ദം കൊണ്ട് ഉറക്കം ഇല്ലായ്മ സംഭവിക്കാം, അമിതമായ പ്രമേഹം, അതുപോലെ തന്നെ കൊളസ്ട്രോള്, അതുപോലെ തന്നെ പ്രഷർ, അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർത്തവ വിരാമ സമയത്തുണ്ടാകുന്ന പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ, ഇതുകൊണ്ടൊക്കെ തന്നെ ഉറക്കമില്ലായ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഉറക്കഗുളിയല്ല, ഉറക്കത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന മറ്റു പലതരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങളെ നമുക്ക് കുറച്ചിട്ട് അതിനൊരു പരിഹാരം എന്ന നിലയിൽ നമുക്ക് ഹെൽത്ത് ഗാർഡ് ഉപയോഗിക്കുന്നത്. അതാണ് ഹെൽത്ത് ഗാർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹെൽത്തിനെ സംബന്ധിച്ചോളം, ആരോഗ്യത്തെ സംബന്ധിച്ചോളം അതിന്റെ സംരക്ഷണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആരോഗ്യത്തിന്റെ ഒന്നാമത്തെ കൽപ്പനയാണ്. അപ്പൊ ശരിയായ രീതിയിലുള്ള ഉറക്കം. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഹാരത്തിന്റെ കാര്യത്തിൽ. ആഹാരം നമ്മൾ ഒരു 7 മണിക്ക് മുമ്പെങ്കിലും നമ്മൾ വൈകിട്ടത്തെ ആഹാരം നിർത്തിയിരിക്കണം. 7 മണിക്ക് മുമ്പെങ്കിലും. 7 മണിക്ക് നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് 10 മണിക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. 10 മണിയാകുമ്പോഴേലും ഉറങ്ങിയിരിക്കണം. ഞാനൊക്കെ 9 മണിയാകുമ്പോൾ കിടക്കും. അപ്പം 7 മണിക്ക് ആഹാരം കഴിച്ച് 10 മണിക്ക് കിടക്കുന്നില്ല. വൈകിട്ടത്തെ ആഹാരം നമ്മൾ സിമ്പിൾ ആയിരിക്കണം. അല്ലെ, അത്താഴം അത്തിപ്പഴത്തോളം എന്നാണ് പറയുന്നത്. വളരെ ചെറിയ അളവിൽ മാത്രമേ കഴിക്കാവുള്ളൂ. വൈകിട്ട് ഏറ്റവും നല്ലത് പഴങ്ങൾ കഴിക്കുന്നതാണ്. ഫ്രൂട്ട്സ് ആണ് ഏറ്റവും നല്ലത്. നമ്മളൊരു 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ, പിള്ളേരെ സംബന്ധിച്ചിടത്തോളം 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പഴങ്ങൾ ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ മെറ്റബോളിസം, അതിനൊക്കെ ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് ആണ്. അപ്പൊ അത് കൂടുതലായിട്ട് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ ശരിയായ ഉറക്കം നമ്മൾ നേടിയെടുക്കുക. അത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ശരീരത്തിന്റെ മെയിൻ്റെനൻസ്, റിപ്പയറിങ് ഉറക്കത്തിലൂടെ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ. അത് പ്രത്യേകം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. ഉറക്കഗുളിക കഴിച്ചിട്ടല്ല നമ്മൾ ഉറങ്ങേണ്ടത്. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ശരീരത്തെ സ്വയം നിരീക്ഷിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് എന്താണ് പ്രശ്നം. നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മൾ നിരീക്ഷിക്കുന്നില്ലാത്തതുകൊണ്ടാണ്, നമ്മൾ പുറത്തോട്ട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തെ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ, ആഹാര സാധനങ്ങൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യാസം, അതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ നിലവാരത്തെ അല്ലെങ്കിൽ അതിന്റെ നിലവിലുള്ള പ്രവർത്തന രീതിയെ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഉറക്കം. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ശരിയായ ശ്വസനമാണ്. അപ്പൊ ശ്വസനം, ഓക്സിജന്റെ അളവ് നമ്മൾ കൂട്ടിയിട്ടെടുക്കും. ഇന്ന് നമുക്കറിയാം, നമ്മളിന്ന് ടൗണിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന വായു മുഴുവൻ മാലിന്യം നിറഞ്ഞതാണ്. ഓക്സിജന്റെ അളവ് അതിനകത്ത് വളരെ കുറവാണ്. കൂടുതലും
നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ വാഹനങ്ങളിൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ പുകയും ഒക്കെ ധാരാളം നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പൊ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ലെഡ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മാരക വിഷവസ്തുക്കള്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ ലങ്സിന്റെ പ്രവർത്തനത്തെയൊക്കെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിലേക്കൊക്കെ നയിക്കും. അപ്പൊ ദീർഘമായ ശ്വസനം, ഇപ്പൊ പ്രാണനാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. പ്രാണവായുവിന്റെ നല്ല ശരിയായ രീതിയിലുള്ള സ്വീകരണം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകും. അപ്പൊ ദീർഘമായ ശ്വസനം നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിനായിട്ട് രാവിലെ നമുക്ക് വേണമെങ്കിൽ പ്രാണായാമം പരിശീലിക്കാം. അല്ലെങ്കിൽ ഒരു മുഖിൽ കൂടെ ശ്വാസം എടുത്തിട്ട് അടുത്ത മുഖിലിടുക, അല്ലെങ്കിൽ ദീർഘമായി ശ്വസിക്കുക. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് യോഗ ചെയ്യാം, അല്ലെങ്കിൽ നടത്തം, യോഗയല്ല നടത്തം, നടക്കുക, വെറുതെ നടക്കുക, വഴിയിലൂടെ നമ്മുടെ പരിസരത്തൂടെയൊക്കെ നടക്കുക, രാവിലത്തെ നടത്തം. അപ്പൊ അതും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങൾ ധാരാളം ഓടുന്നത് കൊണ്ട് ആ പുകയൊക്കെ അടിച്ച് നടക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. വിജനമായ പ്രദേശങ്ങളിലൂടെ, വാഹനങ്ങളൊന്നും ഇല്ലാത്ത വഴികളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ തിരഞ്ഞെടുത്ത് ഗ്രൗണ്ടിലൂടെയൊക്കെ നമ്മൾ നടക്കുക. യോഗ ചെയ്യാൻ അറിയാവുന്നവർ യോഗ ചെയ്യുക, പ്രാണായാമം ചെയ്യുന്നവർ പ്രാണായാമം ചെയ്യുക. ഇതൊന്നും അല്ലെങ്കിൽ കൃഷിപ്പണി നല്ലൊരു വ്യായാമമാണ്. കൃഷി ചെയ്യുക, കൃഷിപ്പണിയിൽ നമ്മൾ മരങ്ങളുടെയൊക്കെ അടുത്ത് പോയി നിന്ന്, അല്ലെങ്കിൽ ചെടികളുടെയും ഒക്കെ അടുത്ത് പോയി നിന്ന് നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുമ്പോൾ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. അതുപോലെ തന്നെ സൈക്ലിങ്, നല്ല സൈക്കിൾ ഓടിക്കുന്നത് ഏറ്റവും നല്ല നമുക്ക് ശ്വസനം എടുക്കാൻ കിട്ടുന്ന ഒരു, ഞാനൊക്കെ അതാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ഞാൻ സൈക്ലിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൃഷിപ്പണി, ഇതൊക്കെ ചെയ്താണ് നമ്മുടെ ശ്വസനത്തെ. പിന്നെ പ്രാണായാമം ചെയ്യുക. ഇതൊക്കെ പ്രാണായാമം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ നല്ല പരിചയസമ്പന്നനായ ഒരാളെടുത്ത് പോയി പഠിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ അത് ഗുണത്താക്കാളേറെ ദോഷം ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അപ്പൊ പ്രാണായാമം യോഗയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗുരുവിന്റെ അടുക്കൽ പോയി പഠിച്ചിട്ട് മാത്രമേ അത് ചെയ്യാവുള്ളൂ. അല്ലാത്ത പക്ഷം അത് നമുക്ക് ദോഷം ചെയ്യും. അതുപോലെ തന്നെ എന്നാൽ അതേസമയം നമ്മുടെ നടത്തം, സൈക്ലിങ്, കൃഷിപ്പണി, ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ആരുടെ അടുത്ത് പോയി പഠിക്കേണ്ട കാര്യം നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. അപ്പം ദീർഘമായ ശ്വസനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കൊറോണയുടെ സമയത്തൊക്കെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ശ്വാസ സംബന്ധമായ അസുഖങ്ങളായിരുന്നു. എല്ലാവരും ഓക്സിജൻ സിലിണ്ടറുകളും ഒക്കെ വെച്ച്, അല്ലെങ്കിൽ ഒക്കെ വെച്ചാണ് അതിന് പരിഹാരം കണ്ടിരുന്നത്. ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ ആവശ്യമില്ല. ശരിയായ രീതിയിലുള്ള ശ്വസനത്തെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലൂടെ നമ്മൾ ആർജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വസന സംബന്ധമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഓക്സിജന്റെ അളവ് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷവും ആരോഗ്യവും പ്രസരിപ്പും ഒക്കെ ഉണ്ടാവും. അപ്പൊ ശ്വസനം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല വായു ശ്വസിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് കളികളിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് നന്നായിട്ട് ശ്വസനം കിട്ടുന്നതാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശ്വസനത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതി നമ്മൾ സ്വീകരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അന്തരീക്ഷ മലിനീകരണം വളരെ വളരെ കൂടുതലാണ്. അപ്പൊ അന്തരീക്ഷ മലിനീകരണം കൊണ്ട് തന്നെ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ധാരാളം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മാസ്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാസ്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബണിനെ തിരിച്ചകത്തോട്ട് തന്നെ കയറും. അതുകൊണ്ട് മാസ്ക് കഴിവതും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അത് അലോപ്പതിക്കാരുടെ ഒരു കണ്ടുപിടുത്തമാണ് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത്. അത് നമ്മുടെ നാച്ചുറോപ്പതി അല്ലെങ്കിൽ ആരോഗ്യ അല്ലെങ്കിൽ ആയുർവേദം ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ശരീരത്തിന് ഗുണത്താക്കൾ ഏറെ ദോഷം ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമൊന്നും നമുക്കില്ല. അപ്പം നമ്മുടെ വീടിന് പരിസരത്തൊക്കെ നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്നത് നമുക്ക് ആൽമരത്തിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ക്ഷേത്രത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആൽമര പ്രദർശനം നടത്താറുണ്ട്. അപ്പൊ ആൽമരത്തിന്റെ ചോട്ടിൽ പോയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് എപ്പോഴും പ്രായോഗികമല്ല. ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നവരൊക്കെ ആണെങ്കിൽ ആൽമര പ്രദർശനം നടത്തുക ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടില് നമുക്ക് വേപ്പിൻ മരം വെച്ച് പിടിപ്പിക്കാം. വേപ്പിൻ മരം, അതുപോലെ കണിക്കുന്ന, അതുപോലെ ഇല്ലി മരങ്ങൾ, ഇതൊക്കെ ധാരാളം ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന സസ്യലതാദികളാണ്, വൃക്ഷങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ശ്വസനത്തെ അല്ലെങ്കിൽ നമ്മുടെ ഓക്സിജന്റെ അളവിനെ കൂട്ടാനായിട്ട് സഹായിക്കും. ഇനി അടുത്തത് മൂന്നാമത്തെ നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് ശരിയായ ജലപാനമാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പം ഏറ്റവും നല്ല വെള്ളം എന്ന് പറയുന്നത്, ശുദ്ധജലം എന്ന് പറയുന്നത് നമ്മുടെ കിണറ്റിലെ വെള്ളമാണ്. അല്ലെ, കുപ്പിവെള്ളത്തിലൊക്കെ ധാരാളം അപകടങ്ങളുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും കുപ്പിവെള്ളമാണ് കഴിക്കുന്നത്. യാത്രയിലെല്ലാം കുപ്പിവെള്ളത്തിലൊക്കെ കീടനാശിനിയുടെ അംശമുള്ളതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പം കുപ്പിവെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കി ഗുണനിലവാരം ഉറപ്പാക്കിയ ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിനകത്തും ധാരാളം അപകടങ്ങളുണ്ട്. കാരണം കീടനാശിനിയുടെ അംശം പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും നല്ല വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ കിണറ്റിലെ വെള്ളമാണ്. അപ്പൊ നമ്മുടെ കിണർ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പൊ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിന്റെ pH വാല്യൂ
കറക്റ്റ് ആണോ നമ്മൾ പരിശോധിക്കുക. അപ്പം നമുക്കറിയാം നമ്മുടെ ഗാർഡൻ ഗോൾഡ് നമ്മുടെ കിണറിന്റെ പരിസരത്തുള്ള ചെടികളിലും അല്ലെങ്കിൽ സസ്യങ്ങളിലും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ pH വാല്യൂവിന് വ്യത്യാസം വരുന്നതായിട്ട് കാണാം. അപ്പൊ ഗാർഡൻ ഗോൾഡ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഗാർഡൻ ഗോൾഡ് നമ്മുടെ ജൈവ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വളമാണ് ഗാർഡൻ ഗോൾഡ്. അപ്പൊ ശരിയായ ജലപാനം നമുക്ക് അത്യാവശ്യമാണ്. വെള്ളം കുടി നമുക്കുണ്ടാകുന്ന മിക്കവാറും ഒരു 60% രോഗങ്ങളുടെയും പ്രധാന കാരണം വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ വെള്ളം കുടി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കുപ്പിവെള്ളമല്ല കുടിക്കേണ്ടത്. അപ്പം ഇനി വെള്ളം നമുക്ക് സ്വാഭാവികമായി അല്ലാതെയുള്ള വെള്ളമുണ്ട്. അപ്പം കുക്കുംബർ ജ്യൂസ് ഏറ്റവും നല്ല പാനീയമാണ്. കുക്കുംബർ ജ്യൂസ് കഴിക്കുന്നത്, അതുപോലെ വാഴപ്പണ്ടി നീര്, കുമ്പളങ്ങ നീര്, ഇതൊക്കെ നമുക്ക് ജ്യൂസ് ഇടിച്ച് കുടിക്കാവുന്നതാണ്. പിന്നെ നമുക്കും കുടിക്കാനായിട്ടുള്ള നമ്മുടെ കമ്പനി തന്നെ ഇറക്കിയിരിക്കുന്ന ഗുഡ്സിപ്പ് ഏറ്റവും നല്ലൊരു പാനീയമാണ്. ഗുഡ്സിപ്പ് നമുക്ക് കുടിക്കും. പച്ചവെള്ളം കുടിക്കാൻ മടിയുള്ളവർക്ക് ഗുഡ്സിപ്പ് ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിലോ അതുപോലെ നമ്മുടെ സ്ക്രഞ്ച് മാംഗോ ജ്യൂസിലോ ഒക്കെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. എങ്കിലും സ്വാഭാവികമായിട്ടുള്ള ജലത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതോടൊപ്പം ഇത് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. ചായ, കാപ്പി എന്നിവയുടെയൊക്കെ ഉപയോഗം നമ്മൾ പരമാവധി കുറയ്ക്കുക. ഒരു ദിവസം ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു ചായ അതിൽ കൂടുതൽ നമ്മൾ കഴിക്കാതിരിക്കുക. പകരം ധാരാളം വെള്ളം കുടിക്കുക. പച്ചവെള്ളമാണ് ഏറ്റവും നല്ലത്. കിണറ്റിലെ വെള്ളം ഒരു മൺപാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് നമ്മൾ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ വെള്ളത്തിന് പ്രത്യേക ഒരു സ്വാദുണ്ട്. നമ്മൾ അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ വെള്ളം എടുത്ത് വെച്ച് കുടിക്കരുത്. അതിനകത്ത് ടോക്സിക് കണ്ടന്റിവിറ്റി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത്രയും പാത്രങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് അലുമിനിയം പാത്രങ്ങൾ. അലുമിനിയം പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് ടോക്സിക് ആക്ടിവിറ്റി അതിനകത്തുണ്ട്. അലുമിനിയം ഓക്സൈഡ് ക്യാൻസർ കാരണമാകും. പലരും അലുമിനിയം പാത്രങ്ങളിനകത്താണ് ഈ വെള്ളം എടുത്ത് വെച്ച് ചായയും കാപ്പിയും തിളപ്പിക്കുന്നതും അതുപോലെ വീട്ടിലെ ആഹാരം പാചകം ചെയ്യുന്നതൊക്കെ. അലുമിനിയം പാത്രം നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കണം. അതിനകത്ത് വെള്ളം എടുത്ത് വെച്ച് ഒന്നും ചൂടാക്കുകയും ചെയ്തത് അതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ തിളപ്പിച്ച വെള്ളം കുടിക്കാവൂ. തിളപ്പിച്ചാറിയ വെള്ളം നമ്മളിപ്പം നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ക്ലോറിൻ വാട്ടറാണ് ഇപ്പോൾ കിട്ടുന്നത്. പൈപ്പിലൂടെ വരുന്ന വെള്ളമെല്ലാം ക്ലോറിൻ വാട്ടറാണ്. ക്ലോറിൻ വാട്ടറിനകത്ത് ധാരാളം അപകടങ്ങളുണ്ട്. അത് നേരിട്ട് ഒരിക്കലും നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കരുത്. ക്ലോറിൻ വാട്ടർ നമ്മൾ ഒരു പാത്രത്തിൽ ശേഖരിച്ച ശേഷം നമ്മൾ വെയിൽ കൊള്ളിക്കുക. കുപ്പിയിലോ ചില്ല് പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ വെയിൽ കൊള്ളിച്ചിട്ട് അതിന്റെ തെളി എടുക്കുകയോ ചെയ്യാവുള്ളൂ. അത് നേരിട്ട് നമ്മൾ ഒരിക്കലും കുടിക്കാനായിട്ട് ഉപയോഗിക്കരുത്. കുടിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞെങ്കിൽ മാത്രം പരമാവധി അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെ തന്നെ വെള്ളം കുടി നമ്മൾ പലരും വെള്ളം കുടിക്കുന്ന ആഹാരത്തിനൊപ്പമല്ല വെള്ളം കുടിക്കേണ്ടത്. ആഹാരത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് മാത്രമേ നമ്മൾ വെള്ളം കുടിക്കാവൂ. അപ്പൊ വെള്ളം കുടി നമുക്ക് കുറവാണെങ്കിൽ നമ്മുടെ മൂത്രം നോക്കി അറിയാം അല്ലെ. വെള്ളം കുടി കുറവുള്ള ആൾക്കാരുടെ മൂത്രത്തിന് ഒരു മഞ്ഞ നിറം നമുക്ക് കാണാം. ഇളം മഞ്ഞ നിറം, ചിലപ്പോൾ കടും മഞ്ഞ നിറമൊക്കെ കാണാം. നന്നായിട്ട് വെള്ളം കുടിക്കുന്നവരുടെ മൂത്രമാണെങ്കിൽ നല്ല വെളുത്ത് നല്ല വെള്ള നിറത്തിലായിരിക്കും പോകുന്നത് വെള്ളം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് വെള്ളം കുടി കുറവാണോ എന്നുള്ളത്. പലപ്പോഴും യാത്രയിലൊക്കെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കാം. അപ്പൊ അത് നമ്മളത് പ്രത്യേക സാഹചര്യമാണ്. അത് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ജോലി സ്ഥലത്തൊക്കെ നമുക്ക് അതിനുള്ള സാഹചര്യം അത് ആ ഒരു സാഹചര്യം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തുക. അതനുസരിച്ച് നമ്മൾ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ വെള്ളം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഡീഹൈഡ്രേഷനെ കുറയ്ക്കുന്നതാണ്. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ മൂന്നാമത്തെ കാര്യം ശരിയായ ജലമാണ്. ഇനി നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചാണ്. ഭക്ഷണം, ഇപ്പൊ ശരിയായ ആഹാരം. അപ്പൊ നമ്മുടെ ശരീരത്തിന് വിധിച്ച ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. മനുഷ്യന് വിധിച്ച ആഹാരം സസ്യാഹാരമാണ്, വെജിറ്റേറിയൻ ആഹാരമാണ്. പക്ഷെ നമ്മുടെ കൊതി കൊണ്ടും നമ്മുടെ ചില ശീലങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ മാംസാഹാരവും മത്സ്യവും മുട്ടയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നൊന്നും പറയുന്നില്ല. ഒഴിവാക്കാൻ പറ്റുന്നവർ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ നമ്മുടെ റൈറ്റ് കൺസെപ്റ്റില് നമ്മുടെ RCM വെജിറ്റേറിയൻ ആഹാരം മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി ഇറച്ചി മീനും കഴിക്കണമെന്ന് കൊതിയുള്ളവർക്ക് വേണ്ടിയിട്ട് അതിന് പകരമായിട്ട് നമുക്ക് വെജ് ബേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഉണ്ട്. ഇത് രണ്ടും ഏറ്റവും നല്ല ആഹാര പദാർത്ഥമാണ്. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊക്കെ അത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പ്രോട്ടീൻസ് അതുപോലെ തന്നെ വെജ് ബേറ്റ്സ് ഇതൊക്കെ നമുക്ക് ഇറച്ചി പോലെയും മീൻ പോലെയൊക്കെ നമുക്ക് കറി വെച്ച് കൂട്ടാവുന്നതാണ്. കാരണം ഇതിനകത്ത് ഫൈബർ കണ്ടന്റ് ധാരാളമായിട്ടുണ്ട്, മറ്റതിനകത്ത് അതില്ല. ഫൈബർ കണ്ടന്റ് സ്വാഭാവികമായിട്ട് നമുക്ക് ഇറച്ചിക്കകത്ത് മീനിനകത്തൊന്നും ഫൈബർ കണ്ടന്റ് ഇല്ല. അത് ഫൈബറുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ ഫൈബറുള്ള വെജ് ബേറ്റ്സ് പ്രോട്ടീൻസ് അതൊക്കെ കഴിക്കുന്നത് നമുക്ക് നല്ലതാണ്. അപ്പൊ എന്താണ് നമ്മുടെ ആഹാരത്തിൽ
നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ സാധനങ്ങൾ. ഇപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് പഴങ്ങൾക്കാണ്. മനുഷ്യന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പഴങ്ങളാണ്, അല്ലേ? ഇപ്പൊ കുരങ്ങന്റെ ഭക്ഷണം പഴമാണ്, അല്ലെ? കുരങ്ങൻ കഴിക്കുന്നതാണ് കുരങ്ങന്റെ ഭക്ഷണമാണ് മനുഷ്യന്റെ ഭക്ഷണം എന്ന് പറയുന്നത്. ഇപ്പൊ കുരങ്ങന്റെ ഘടന തന്നെയാണ് നമ്മുടെ ശരീരത്തിനുള്ളത്. കുരങ്ങന്മാരൊക്കെ പഴങ്ങൾ കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാം ധാരാളമായിട്ട്. അപ്പൊ പഴങ്ങൾ ആണ് നമ്മളുടെ ഭക്ഷണം, ഒന്നാമത്തെ ഭക്ഷണം, ഒന്നാമത്തെ ആഹാരം. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ പഴങ്ങൾ കഴിക്കണം. ഏതെങ്കിലും ഒരു നേരം വെറും വയറ്റിൽ പഴങ്ങൾ കഴിക്കണം. ആഹാരം പലരും കിടം നല്ല ഉച്ചയ്ക്ക് നന്നായിട്ട് ചോറൊക്കെ ഉണ്ട്, ചില കാപ്പി കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിന് പുറമേ പഴങ്ങൾ കഴിക്കും. ഒരിക്കലും അങ്ങനെ കഴിക്കരുത്. കാരണം പഴം പകുതി വേവിച്ചതാണ്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പഴം പെട്ടെന്ന് തള്ളിപ്പോകും. അപ്പൊ നമ്മൾ ആദ്യം കഴിച്ച ആഹാരം ദഹിക്കാതെ അത് കിടക്കും, എന്നിട്ട് പഴം അതിനെ തള്ളിക്കളയും. ഇപ്പൊ ദഹിക്കാതെ ആയിരിക്കും, മെറ്റബോളിസം പൂർത്തിയാകത്തില്ല. അതുകൊണ്ടാണ് ആഹാരം കഴിച്ചതിന് ശേഷം, ചോറ് പോലുള്ള കട്ടി ആഹാര സാധനങ്ങൾ കഴിച്ചതിന് ശേഷം ഒരിക്കലും നമ്മൾ പഴങ്ങൾ കഴിക്കരുത്. പഴം വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് അരമണിക്കൂറോ അല്ലെങ്കിൽ 20 മിനിറ്റോ 15 മിനിറ്റോ മുമ്പാണ് നമ്മൾ പഴങ്ങൾ കഴിക്കേണ്ടത്. അപ്പൊ ഒന്നാം സ്ഥാനം നമ്മൾ പഴങ്ങൾക്ക് കൊടുക്കണം. രണ്ടാം സ്ഥാനം പുതിയ പച്ചക്കറികൾ, പഴയ പച്ചക്കറികളല്ല, പുതിയ പച്ചക്കറികൾ. അപ്പൊ നമുക്കൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ നമുക്ക് ധാരാളം നട്ടുപിടിപ്പിക്കാം. ഇപ്പൊ നമ്മൾ പലരും പറയും പച്ചക്കറികൾക്കെല്ലാം വിഷമാണ്, അല്ലെ? അങ്ങനെയൊക്കെയുള്ള പരാതികൾ നമുക്ക് ഒത്തിരി ഉണ്ട്. പാവയ്ക്ക, പയറ്, ഇതിനകത്തെല്ലാം ധാരാളം വിഷമടിച്ചാണ് വരുന്നത്. കഴിവതും നമ്മുടെ പരിസരത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന പച്ചക്കറികളെല്ലാം നട്ടുപിടിപ്പിക്കുക. ഇപ്പം ചീര നമുക്ക് നടാം, ചീര, അതുപോലെ തന്നെ കപ്പളം, അതുപോലെ തന്നെ പയറ്, അതുപോലെ കോവല്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ പരിസരത്ത് ഏതാണോ ഉണ്ടാകാൻ പറ്റുന്നത് അത് നമ്മൾ നട്ടുപിടിപ്പിക്കുക. പച്ചക്കറികൾ നമുക്ക് ധാരാളം ഉത്പാദിപ്പിക്കണം. ഇപ്പൊ നമ്മുടെ കേരളം അക്കാര്യത്തിൽ വളരെ പുറകിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇനിയിപ്പോ ഓണം വരാൻ പോവാണ്. ഓണത്തിന് പച്ചക്കറികളെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. വിഷമടിച്ച പച്ചക്കറികൾ ഇപ്പൊ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചുറ്റുപാടും പറമ്പിലും ഒക്കെ നമുക്ക് പറ്റുന്ന തരത്തില് പച്ചക്കറികൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഹരിത സഞ്ജീവനിയുടെ ഒരു പ്രോജക്റ്റ് തന്നെയുണ്ട്. ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്ക് ആർസിയും പച്ചക്കറികൾ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പാകത്തില് നമുക്ക് നമ്മുടെ കമ്പനി തന്നെ തരുന്നുണ്ട്. നമുക്കത് ഉപയോഗിക്കാം, അത് പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ ഞാൻ വീട്ടില് ഗാർഡൻ ഗോൾഡ് അതുപോലെ തന്നെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കപ്പ കൃഷിക്കെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് കപ്പ, വാഴ, ചേന, അതിനെല്ലാം ഗാർഡൻ ഗോൾഡാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി, മഞ്ഞള്, ഇങ്ങനെയുള്ള കൃഷികൾക്കെല്ലാം അതിനുള്ള സോയിൽ ഹെൽത്ത് കൂടെ ചേർക്കും. അതുപോലെ നമ്മുടെ തെങ്ങ് കൃഷിക്ക്, തെങ്ങിനും അത് ഉപയോഗിക്കുന്നുണ്ട്. സോയിൽ ഹെൽത്ത് ഉപയോഗിക്കും. അതുപോലെ ഫ്രൂട്ട് സ്പെഷ്യൽ, വാഴയൊക്കെ കുലച്ച് കഴിയുമ്പോൾ ഏറ്റവും നല്ലതാണ് ഫ്രൂട്ട് സ്പെഷ്യൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പഴങ്ങൾക്ക് നല്ല ആകൃതിയും നല്ല രുചിയും കിട്ടാൻ ഫ്രൂട്ട് സ്പെഷ്യൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ അതിന് നമ്മളൊരു പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 വർഷത്തേക്ക് ഉപയോഗിക്കാം. വില നമ്മൾ നോക്കരുത്, അതിന്റെ ക്വാളിറ്റി നോക്കുക, അതിന്റെ ഗുണമേന്മ നോക്കുക. അപ്പൊ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം, പഴങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. ഇപ്പൊ ഞാലിപ്പൂവൻ അല്ലെങ്കിൽ ഏത്തവാഴ, ഇതൊക്കെ നമുക്ക് പറമ്പിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഏത്തവാഴയ്ക്കൊക്കെ കേടുവരും, പക്ഷെ അതേസമയം ഞാലിപ്പൂവനൊന്നും അങ്ങനെയധികം കേടൊന്നും വരത്തില്ല. അപ്പൊ അത് നമ്മൾ ധാരാളമായിട്ട് നമ്മുടെ പറമ്പിൽ വെച്ച് പിടിപ്പിക്കുക. അപ്പൊ ഒന്നാം സ്ഥാനം പഴങ്ങൾക്ക് കൊടുക്കുക, രണ്ടാം സ്ഥാനം പുതിയ പച്ചക്കറികൾ കൊടുക്കുക, മൂന്നാം സ്ഥാനമാണ് നമ്മൾ ധാന്യങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ തവിടുള്ള അരിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതിനാണ് ഫൈബർ ഉള്ളത്. നമുക്ക് ഹെൽത്ത് കാർഡിനകത്ത് ഗാമ റൈസിനോ അല്ല തവിടിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ തവിടുള്ള അരി നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന അരികളെല്ലാം തന്നെ തവിടില്ലാത്തതാണ്. തവിടൊക്കെ കളഞ്ഞ് പോളിഷ് ചെയ്ത് വീണ്ടും റെഡ് ഓക്സൈഡൊക്കെ അടിച്ചാണ് വരുന്നത്. അതെല്ലാം കഴിച്ചാൽ നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങളെല്ലാം വരുന്നത്. പിന്നെ 4-ാം സ്ഥാനം നമ്മൾ അണ്ടിപ്പരിപ്പ്, പയർവർഗ്ഗങ്ങള്, അതുപോലെ തന്നെ കടല അല്ലെങ്കിൽ പീനട്ട്, അതിനൊക്കെ നമ്മൾ കൊടുക്കുക. നമ്മുടെ ആർസിയിൽ ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. കടലവർഗ്ഗങ്ങള്, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ നമ്മുടെ കമ്പനി നമ്മുടെ ആർസിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുക. അതുകൊണ്ട് ഉപയോഗിച്ച സാധനങ്ങൾ വീട്ടിൽ നമ്മൾ പാചകം ചെയ്യാവുന്നതാണ്. നമ്മുടെ കടല എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു പ്രത്യേക രുചി തന്നെ അതിനുണ്ട്. അൺപോളിഷ്ഡ് ആണ്, നല്ല കടലയാണ് നമുക്ക് നമ്മുടെ കമ്പനി തരുന്നത്. ഇപ്പോൾ വെള്ളക്കടലയുണ്ട്, കറുത്ത കടലയുണ്ട്. ഇപ്പൊ കടലക്കറി നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ വീട്ടിൽ വരുന്ന അതിഥികൾക്കൊക്കെ കൊടുക്കുക, ചുറ്റുപാടും ഉള്ളവരെ പരിചയപ്പെടുത്തുക, അതൊക്കെ ചെയ്യുക. അപ്പം 4-ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് കടലവർഗ്ഗങ്ങൾക്കാണ്. 5-ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങൾക്കാണ്. കിഴങ്ങുകൾ, അതായത് ചേന, കാച്ചില്, ചേമ്പ്, അതുപോലെ ഉരുളക്കിഴങ്ങ്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനാണ്. അവസാനമാണ് നമ്മൾ മത്സ്യത്തിന് കൊടുക്കുന്നത്, മത്സ്യം. 6-ാം സ്ഥാനം മത്സ്യത്തിന് കൊടുക്കും. 7-ാം സ്ഥാനം ഇറച്ചി, അതിന് കൊടുക്കും. ഇറച്ചി, മുട്ട, അതൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അത് കൊതിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം അത് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം, നമ്മുടെ ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയില്, ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാവുന്നതും ശീലിക്കാവുന്നതാണ്.
അപ്പൊ അതിനെപ്പറ്റിയുള്ള പ്രത്യേക ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി ദീർഘിപ്പിച്ച് പറയാനുള്ള ഒരു അവസ്ഥ സാഹചര്യം ഇപ്പം ഇല്ല. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നല്ല ഭക്ഷണം നമ്മുടെ കമ്പനി നമുക്ക് തരുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു, അത് നമ്മൾ പരിചയപ്പെടുത്തുന്നു, ചുറ്റുപാടുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഓർക്കുക, പഴങ്ങള്, പച്ചക്കറികള്, ധാന്യങ്ങള്, അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങള്, കിഴങ്ങ് വർഗ്ഗങ്ങള്, അവസാനമാണ് ഇറച്ചി, മീൻ, മുട്ട, അതൊക്കെ വരുന്നു. അപ്പൊ അതിന് പകരം നമുക്ക് വെജിറ്റബിൾസും പ്രൊഡ്യൂസും ഒക്കെ ഉണ്ട്, അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണത്തിന് കൊടുക്കുന്ന ഗ്യാപ്പാണ് അല്ലെ. രാവിലെ നമ്മൾ 8 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറാണ് ശരിക്കും ഗ്യാപ്പ് കൊടുക്കേണ്ടത്. മിനിമം ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ കൊടുക്കണം. പക്ഷെ ഏറ്റവും നല്ലത് 6 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അനുഭവം, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്, അനുഭവത്തിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാള് 2 നേരം ആഹാരം കഴിച്ചാൽ അല്ലെ. 1 നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി. ഇങ്ങനെ ഒരു പ്രമാണം തന്നെ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ആരാണെന്ന് സ്വയം ചിന്തിച്ചു കൊള്ളുക. നമ്മൾ യോഗിയാണോ, ഭോഗിയാണോ, രോഗിയാണോ, ദ്രോഹിയാണോ? അപ്പൊ ഇതനുസരിച്ച് നമുക്ക് നമ്മളെ സ്വയം നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റും. അപ്പം നല്ല ആഹാരം 2 നേരം മാത്രം നമ്മൾ കഴിച്ചാൽ മതി. 6 മണിക്കൂർ ഗ്യാപ്പിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനിടയ്ക്ക് നമുക്ക് ധാരാളം വെള്ളം കുടിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുക. അപ്പൊ പതിവ് ശീലങ്ങളൊക്കെ മാറ്റാൻ വളരെ പ്രയാസമായിരിക്കും. പതുക്കെ നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കാം. കാരണം RCM എന്ന് പറയുന്ന ഒരു ഫിൽട്ടറാണ് അല്ലെ. പണ്ട് ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ RCM ഈസ് എ ഫിൽട്ടർ, നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. അപ്പൊ എത്ര മോശം സാഹചര്യത്തിൽ നമ്മൾ RCMൽ വന്നു കഴിഞ്ഞാലും RCM നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ ഫിൽട്ടർ ചെയ്യും അല്ലെ, അരിച്ച് നമ്മളെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റും. എല്ലാ കാര്യത്തിലും സമ്പൂർണ്ണമായിട്ട് ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, ഹ്യൂമൻ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ചിന്തിക്കാവുന്നതാണ്. ഇനി 5ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സീസണൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അല്ലെ. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, കാലത്തിനനുസരിച്ച് ഭക്ഷണം പ്രകൃതിയിൽ മാറിക്കൊണ്ടേയിരിക്കും. സീസണൽ ഫുഡ്. ഇപ്പൊ മഴക്കാലമാണ്. മഴക്കാലത്താണ് ധാരാളം പച്ചക്കറികളൊക്കെ ഉണ്ടാവും, പുതിയ പച്ചക്കറികൾ ധാരാളം ഉണ്ടാവും. വേനൽക്കാലത്ത് ധാരാളം പഴങ്ങൾ ഉണ്ടാവും. ഇപ്പൊ പഴമൊക്കെ നമ്മൾ കഴിച്ചു അല്ലെ, ചക്കപ്പഴം, മാങ്ങാപ്പഴം, വാഴപ്പഴം, ഇതെല്ലാം നമുക്ക് ധാരാളമായിട്ട് കിട്ടും. അപ്പൊ സീസണൽ ഫുഡ് കഴിക്കുക. മഴക്കാലത്ത് നമ്മൾ ചീര, പച്ചക്കറി, അങ്ങനെയുള്ള കാര്യങ്ങള്, കിഴങ്ങ് വർഗ്ഗങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഇപ്പം കർക്കിടകത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചേനയുണ്ട്, ധാരാളം ചേന നമുക്ക് പറമ്പിലൊക്കെ കിട്ടും. അപ്പൊ ചേന നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ കർക്കിടകത്തിൽ ചേന കട്ടും തിന്നണമെന്നാണ്. ഇത് കർക്കിടക മാസമാണ്. കർക്കിടകത്തിൽ നമുക്ക് വിധിച്ചിരിക്കുന്ന കിഴങ്ങ് വർഗ്ഗം എന്ന് പറയുന്നത് ചേനയാണ്. ചേന നമുക്ക് ധാരാളം കഴിക്കാവുന്നതാണ്. അതുപോലെ മഞ്ഞുകാലം അല്ലെ, മഴക്കാലം കഴിഞ്ഞ് വരുന്നത് മഞ്ഞുകാലമാണ്. മഞ്ഞുകാലത്ത് നമുക്ക് നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതും കപ്പ, ഇതെല്ലാം ആ സമയത്ത് നമുക്ക് പാകപ്പെട്ട് വരും. അതൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു ചേരുവ നമുക്ക് മഞ്ഞുകാലത്ത് കിട്ടും. പഴവർഗ്ഗങ്ങളും ഉണ്ടാവും, ഇലവർഗ്ഗങ്ങളും, ഇതെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ഇതെല്ലാം നമുക്ക് ആ സമയത്ത് കഴിക്കാവുന്നതാണ്. അപ്പൊ ലോക്കൽ ഫുഡ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. സീസണൽ ഫുഡോടൊപ്പം തന്നെ ലോക്കൽ ഫുഡ്, നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അപ്പൊ നമ്മുടെ വീടിന്റെ പരിസരത്ത് ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക. പ്രത്യേകിച്ച് പച്ചക്കറികൾ, പഴങ്ങളെല്ലാം ലോക്കലായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഇപ്പം ഇറച്ചി, മീനൊക്കെ ആണെങ്കിൽ അകലെ എന്നുള്ളതാണ് കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അടുത്തുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ പച്ചക്കറികള്, അകലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങള്, ഇറച്ചി, മീന്, മുട്ട മുതലായവയൊക്കെ കഴിക്കുക. ഇനി 6ാമതായിട്ട് നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് ധാരാളം വെയിൽ കൊള്ളുക എന്നുള്ളതാണ്. വെയിൽ കൊള്ളുക. അപ്പൊ വെയില് നമുക്കറിയാം, വിറ്റമിൻ ഡിയുടെ ആഗിരണം നമുക്ക് കിട്ടുന്നത് വെയിലിലൂടെയാണ്. അപ്പൊ വെയിൽ കൊള്ളുക. വൈറ്റൽ പവർ നമുക്ക് കൂട്ടണമെങ്കിൽ ധാരാളം വെയിൽ നമ്മൾ കൂട്ടണം. കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ, വൈറ്റമിൻ ഡി നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ വെയിൽ കൊള്ളുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഈ രാവിലത്തെ ഇളം വെയിൽ, വൈകിട്ടത്തെ ഇളം വെയിൽ അല്ലെ. പോക്ക് വെയിലേറ്റാൽ പൊന്നാകും എന്നാണ് പറയുന്നത്. അപ്പൊ വൈകിട്ടത്തെ വെയില് കൊള്ളുക, രാവിലത്തെ വെയിൽ കൊള്ളുക. പിന്നെ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർ പകൽ സമയത്തെ വെയിലൊക്കെ ധാരാളമായിട്ട് കൊള്ളുന്നവരാണ്. അപ്പം അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്തൊരു സോളാർ പാനൽ ഉണ്ടെന്ന് പറയും. ഈ സോളാർ പാനല് വെയിലിൽ നിന്നും ഊർജം സ്വീകരിക്കാൻ പര്യാപ്തമാണ്. അപ്പൊ അതുകൊണ്ട് ശരീരത്തിന്റെ ഊർജത്തെ നിലനിർത്താനായിട്ട്, അല്ലെങ്കിൽ ശരീരത്തിന്റെ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ, ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഉള്ള ഊർജത്തെ സ്വീകരിക്കാനായിട്ട് വെയിൽ കൊള്ളുന്നത് ഏറ്റവും
നല്ലതാണ്. അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ സഹായിക്കുന്ന ഘടകം അത് അല്ല, കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ സഹായിക്കുന്ന വൈറ്റമിൻ ഡി അത് വെയിലിനകത്ത് നമുക്ക് ധാരാളമായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ വൈറ്റമിൻ ഡി കുറയ്ക്കാൻ പലപ്പോഴും കുറയാനുള്ള കാരണം ഈ AC പോലുള്ള കാര്യങ്ങൾ. AC എയർ കണ്ടീഷൻ പലപ്പോഴും നമുക്ക് ദോഷം ചെയ്യും. വെയിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് AC നമുക്ക് തരുന്നത്. അപ്പൊ എയർ കണ്ടീഷന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് വാദസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ എയർ കണ്ടീഷൻ വളരെ ദോഷം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, കഫസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക്, ഇവർക്കൊക്കെ വെയിൽ കൊള്ളുന്നത് ഏറ്റവും നല്ലതാണ്. അവർക്ക് ACയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. വെയിൽ കൊള്ളുക എന്നുള്ളത് നമ്മുടെ പ്രമാണത്തിന്റെ 6ാമത്തെ കാര്യമാണ്. ഇനി 7ാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ധാരണീയ അധാരണീയ വേഗങ്ങളാണ്. ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരത്തില്ല. അധാരണീയ വേഗങ്ങളുമുണ്ട്, ധാരണീയ വേഗങ്ങളുമുണ്ട്. ഇത് ആയുർവേദം പറയുന്നതാണ്. ഇതിനെ നമ്മൾ ഒരിക്കലും, അതായത് അധാരണീയ വേഗങ്ങളെ നമ്മൾ ഒരിക്കലും തടയരുത്. അധാരണീയ വേഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചുമ, തുമ്മല്, കോട്ടുവ, മൂത്രം, മലം, അതുപോലെ തന്നെ ശുക്ലം, ഇവയൊന്നും നമ്മൾ ഒരിക്കലും തടഞ്ഞു വെക്കരുത്. തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ തുമ്മലിനെ തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ തുമ്മേണ്ട സമയത്ത് പലപ്പോഴും തുമ്മലൊക്കെ നമ്മൾ പലപ്പോഴും അടിച്ചമർത്തും. നമ്മളൊരു വേദിയിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് തുമ്മാൻ പറ്റത്തില്ല. അപ്പൊ തുമ്മലിനെ നമ്മൾ തടയണം. തടയരുത്, അറിയാതെ പറഞ്ഞാണ്. തുമ്മൽ തടയരുത്. തുമ്മലിനെ തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാവും. കോട്ടുവ, അല്ലെ വായിക്കോട്ട, അല്ലെ കോട്ടുവ എന്ന് പറയും. കോട്ടുവ തടഞ്ഞു കഴിഞ്ഞാൽ ചെവിവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൂത്രം തടഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൂത്രസഞ്ചിയിലൊക്കെ വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രോസ്റ്റേറ്റ് വീക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മലവിസർജനം, ശോധനയെ തടഞ്ഞു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും. അത് ഏറ്റവും നമുക്ക് ദോഷം ചെയ്യുന്നതാണ് ശോധനയെ തടയുക എന്നുള്ളത്. അതുപോലെ തന്നെ ശുക്ലസ്രവം തടഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ അടിവേർ വേദന നമുക്കുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള വേഗങ്ങൾ, ഇങ്ങനെയുള്ള അധാരണീയ വേഗങ്ങളെ ഒരിക്കലും നമ്മൾ തടയരുത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ചുമ തടയരുത്, തുമ്മൽ തടയരുത്, അതുപോലെ തന്നെ കോട്ടുവ തടയരുത്, മൂത്രം തടയരുത്, കീഴ്വായു തടയരുത്, അധോവായു തടയരുത്, വായുക്കളുടെ സഞ്ചാരം അതിനെ ഒരിക്കലും നമ്മൾ തടയരുത്. ഇതിനെ തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ധാരണീയ വേഗങ്ങളുണ്ട്. ധാരണീയ വേഗങ്ങളെ നമ്മൾ തടയേണ്ട ചില വേഗങ്ങളുണ്ട്. അത് നമുക്കറിയാം. അത് കോപത്തെ നമ്മൾ തടയണം, അല്ലെ? കോപം രാമായണത്തിലൊക്കെ ലക്ഷ്മണസ്വാമിനൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്ന 6 ശത്രുക്കളുണ്ട്. മതം, മാത്സര്യം, കാമം, ക്രോധം, ലോഭം, മോഹം. ഇങ്ങനെയുള്ള 6 ശത്രുക്കളെ നമ്മൾ തടയണം. അപ്പം ഒന്നാമത് നമ്മൾ കാമത്തെ തടയണം, അല്ലെ? കാമം, ഇങ്ങനെയുള്ള വേഗങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. മോഹത്തെ നമ്മൾ നിയന്ത്രിക്കണം, കോപത്തെ നമ്മൾ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ദേഷ്യത്തെ നമ്മൾ നിയന്ത്രിക്കണം, ലോഭത്തെ നമ്മൾ നിയന്ത്രിക്കണം, മത്സരബുദ്ധി, മാത്സര്യം, ഇതൊക്കെ നമ്മൾ, ഇങ്ങനെയുള്ള വേഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം, തടയണം. ഇതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് മാറും? രോഗികളായിട്ട് മാറും. അപ്പൊ കോപത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ രോഗിയാവും, അല്ലെ? കാമത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ രോഗിയാവും. അപ്പൊ കാമത്തെയും കോപത്തെയും, ഇങ്ങനെയുള്ള വേഗങ്ങളെ നമ്മൾ തടയണം. അതേസമയം മുമ്പേ പറഞ്ഞ അധാരണീയ വേഗങ്ങളെ നമ്മൾ ഒരിക്കലും തടയരുത്. ചുമ തടയരുത്, തുമ്മൽ തടയരുത്. അതേസമയം കാമത്തെയും, ക്രോധത്തെയും, ലോഭത്തെയും, മോഹം, അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ മാത്സര്യ ബുദ്ധി, ഇതിനൊക്കെ നമ്മൾ തടയണം. അപ്പൊ ദേഷ്യത്തെ നമ്മൾ തടയണം. ലോഭം, ആർത്തി, ഇതൊക്കെ നമ്മൾ തടയണം. ഇതിനെല്ലാം നമ്മൾ തടയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ രാമായണ മാസമൊക്കെയാണ്. രാമായണ മാസം തീരാൻ പോവുകയാണ്. ഇപ്പൊ ലക്ഷ്മണോപദേശത്തിൽ നമുക്ക് കാണാം, തത്ര കാമക്രോധ ലോഭ മോഹാദികൾ ശത്രുക്കളെന്ന് അറിയുക നീ ലക്ഷ്മണോട് പറയുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം വേഗങ്ങളെ ഒരിക്കലും നമ്മൾ തടയരുത്. അധാരണീയ വേഗങ്ങളെ തടയരുത്, ധാരണീയ വേഗങ്ങളെ നമ്മൾ തടയണം. 7ാമത്തെ പ്രമാണം. 8ാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഉപവാസത്തെ കുറിച്ചാണ്. രോഗത്തിന്റെ അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ ഒരു ആദ്യ പടിയായിട്ട് നമുക്ക് ഉപവാസത്തെ കാണാം. അപ്പം ആരോഗ്യത്തിന് ഭക്ഷണം, രോഗത്തിന് ഉപവാസം എന്നാണ് പറയുന്നത്. ഇപ്പൊ പനി, ജലദോഷം, ഇങ്ങനെയുള്ള അനാരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വന്നു കഴിയുമ്പോൾ അതിനേറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഉപവാസം എന്ന് പറയുന്നത്. അപ്പോൾ ഉപവാസം നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതാണ്. അപ്പൊ നമുക്കൊരു ഏകാദശി വ്രതം നമുക്ക് എടുക്കാം. ഏകാദശി വ്രതം, അപ്പൊ ഇന്നലെ ഏകാദശി വ്രതമായിരുന്നു. അപ്പൊ ഏകാദശിക്ക് നമ്മൾ 11 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. അപ്പൊ അത് ശരീരത്തിന്റെ മെയിൻ്റെനൻസ് ഉണ്ടാക്കും.
അപ്പൊ നമ്മൾ അരിയാഹാരം പൂർണ്ണമായിട്ട് ഇവിടെ ഉപേക്ഷിക്കുകയാണ്. അപ്പം സ്ഥിരമായിട്ട് നമ്മളൊരു ആഹാരം തന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല. ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാര പദാർത്ഥങ്ങളും സ്റ്റോപ്പ് ചെയ്യും, അല്ലെ? മാസത്തിൽ 2 പ്രാവശ്യം ഏകാദശി വരും, മാവിന് മുമ്പായിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ മാസത്തിൽ 2 ദിവസം ഉപവസിക്കുന്നു. ഇനി അതല്ല, ഒരു മാസത്തിൽ ഒന്നെങ്കിലും നമ്മൾ ഉപവസിക്കും. ചിലർ ആഴ്ചയിൽ 1 ദിവസം ഉപവസിക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ 18 മണിക്കൂർ ഫാസ്റ്റിംഗ് ഉണ്ട്. ഉച്ചയോടുകൂടി നമ്മൾ ആഹാരം നിർത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കുക, അതിനിടയിൽ വെള്ളം മാത്രം കുടിക്കുക. അങ്ങനെയുള്ള ഉപവാസം നമുക്ക് ആഴ്ചയിൽ 1 മാസത്തിൽ 1 ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പൊ ഉപവാസം നമ്മുടെ ശരീരത്തിന്റെ മെയിൻ്റെനൻസിന് ഏറ്റവും നല്ലതാണ്. രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതാണ്, ഉന്മേഷം തരുന്നതാണ്, ശരീരത്തിന്റെ മെറ്റബോളിസത്തെ കറക്റ്റാക്കുന്നതാണ്, മുമ്പേ പറഞ്ഞ അധാരണയും വേഗങ്ങളെ എല്ലാം കുറയ്ക്കുന്നതാണ്. ഉപവാസം ഏറ്റവും നല്ല ഒരു മരുന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും ആഹാരം കഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നമുക്ക് ആഹാരത്തിന്റെ ആ പ്രാധാന്യത്തെ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ മെറ്റബോളിസവും അതുപോലെ തന്നെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും ഉപവാസം ഏറ്റവും നല്ല മരുന്നാണ്. അതിന് ആധ്യാത്മികമായ ഒരു തലം കൂടിയുണ്ട്. ആധ്യാത്മികമായിട്ട്, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ആത്മീയ ജീവിയാണ്. ആധ്യാത്മികമായ തലത്തിലേക്ക് ഉയരുവാനും നമുക്ക് ഉപവാസം നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പക്ഷെ എപ്പോഴും നമുക്ക് അതിനുള്ള സമയം കുറവുണ്ട്. അതുകൊണ്ട് വേറെ ക്ലാസ് നമുക്ക് അതിനെപ്പറ്റി പറയാം. അപ്പൊ ആഴ്ചയിൽ 1 ദിവസം ഉപവസിക്കുന്നത്, അല്ലെങ്കിൽ മാസത്തിൽ 1 ദിവസം ഉപവസിക്കുന്നത്. അപ്പൊ ഉപവാസം പെട്ടെന്ന് നമുക്ക് നടക്കുന്ന ഒരു കാര്യമില്ല. ചിലപ്പോൾ നമുക്ക് ഉപവസിച്ചിട്ട് ശരീരം തളരുന്നതായിട്ടും വിറയ്ക്കുന്നതായിട്ടും തലവേദന വരുന്നതായിട്ടും ഒക്കെ നമുക്ക് അനുഭവപ്പെടും. അത് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആഹാരത്തിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ 3 നേരം കഴിക്കുന്നവരാണെങ്കിൽ 2 നേരം ആക്കുക, പിന്നെ 1 നേരം ആക്കുക. അതിനുശേഷം കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ പതുക്കെ നമ്മൾ 1 നേരത്തിൽ നിന്ന് മാറി ഉള്ള ആഹാരം നമ്മൾ ഉപേക്ഷിക്കുക. അങ്ങനെ നമ്മൾ എടുക്കുക. അപ്പൊ ജലപാനം മാത്രം. ഇപ്പൊ വെള്ളം, വാട്ടർ ഫാസ്റ്റിംഗ് ഉണ്ട്, ചിലർ കരിക്കും വെള്ളത്തിൽ ഉപവസിക്കാറുണ്ട്, പഴങ്ങൾ കൊണ്ട് ഉപവസിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഉപവാസ മെത്തേഡുകൾ അതിനകത്ത് ഒത്തിരി ഉണ്ട്. ഭക്ഷണം ഒന്നും കഴിക്കാതെ ഉപവസിക്കുന്നവരും ഉണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിന് ഏതാണോ ഇണങ്ങുന്നത് ആ രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഉപവാസം നമുക്ക് എല്ലാ രോഗങ്ങളുടെയും പരിഹാരം ഉപവാസത്തിലുണ്ട്. ക്യാൻസർ വരെ നമുക്ക് അതിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് നമ്മുടെ നാച്ചുറോപ്പതി പോലെയുള്ള ശാസ്ത്ര മേഖലകൾ പറയുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കും ഉപവാസം. ഇനി അടുത്തത് 9ാമത്തത് നമ്മുടെ മനസ്സിന്റെ ശാന്തിയാണ്. ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനഃശാന്തി. അപ്പൊ മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുക. നമ്മുടെ ചിന്താഭാരം, നമ്മുടെ ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയാണ്. അപ്പൊ സമചിത്തത നമ്മൾ നേടിയെടുക്കുക, അത് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പം സുകുമാര ടീച്ചറിന്റെ ഒരു കവിതയിൽ പറയുന്ന പോലെ, മുറിച്ചു മാറ്റാൻ കേട് ബാധിച്ചിടവയും പക്ഷെ കൊടും കേട് ബാധിച്ച പാപം മനസ്സും. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മൾ കാറ്റിനെ പിടിച്ചു കെട്ടുന്നത് പോലെയാണ്. അല്ലെ, കാറ്റിനെ ഒരിക്കലും നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം ശ്രീമദ് ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തില് ധ്യാനയോഗത്തിൽ പറയും, ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയും മനസ്സിനെ നിയന്ത്രിക്കണം എന്ന് പറയും. അപ്പം ശ്രീകൃഷ്ണൻ പറയും, അയ്യോ അത് പറ്റത്തില്ല, ഭയങ്കര പാടാ, അത് കാറ്റിനെ പിടിച്ചു കെട്ടുന്നത് പോലെയാണെന്ന് ഭഗവാൻ അർജുനോട് പറയും. അപ്പം ഭഗവാൻ പറയും, അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ജഗർഹ്യതേ അസംശയം മഹാബാഹോ മനോബലം ദുർനിഗ്രഹം ചലേ. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ജഗർഹ്യതേ. സംസ്കൃതമാണ്, ഒന്ന് മനസ്സിലായെന്നറിയാം. അല്ലെ, അസംശയം, സംശയമേ ഇല്ല. അസംശയം മഹാബാഹോ എന്ന് അർജുനനെ വിളിക്കുകയാണ്. അസംശയം, നീ പറഞ്ഞത് ശരിയാണ്. മനോബലം ദുർനിഗ്രഹം ചലേ, മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് പാട് പിടിച്ച പണിയാണ്. പക്ഷെ പിന്നെ പറയുന്നു, അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ജഗർഹ്യതേ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരോധമല്ല, രാഗങ്ങളോടുള്ള വിരക്തി, ഇഷ്ടവസ്തുക്കളോടുള്ള വിരക്തിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിനെ പയ്യെ 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 നമുക്ക് നിയന്ത്രിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ മനസ്സിന്റെ നിയന്ത്രണം, മനോനിയന്ത്രണം, മനസ്സിനെ സ്വസ്ഥമാക്കുക, ചിന്താഭാരം കുറയ്ക്കുക. അപ്പൊ ഇത് നമുക്ക് പരിശീലനം കൊണ്ട് മാത്രമേ സിദ്ധിക്കത്തുള്ളൂ. ഇപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ തത്ര കാമക്രോധലഭ മോഹാദികൾ അവയുടെ തടുക്കുന്നതിലൂടെ അതിന്റെ ഒരു ആദ്യപടിയാണ്. അപ്പൊ മനസ്സിനെ നിയന്ത്രിച്ചാൽ മാത്രമേ. അപ്പൊ ക്ഷമയുള്ളൊരു മനസ്സ്, അത് ഏറ്റവും പ്രയാസപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാനും അങ്ങനത്തൊക്കെ പ്രയാസപ്പെടുന്നതാണ്. പെട്ടെന്നൊക്കെ നമുക്ക് ദേഷ്യമൊക്കെ വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും അല്പനേരം ധ്യാനിക്കുകയും, ധ്യാനം അത് ഇതിന്റെ ഒരു അടുത്ത പടിയാണ്. മനോനിയന്ത്രണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ധ്യാനം എന്ന് പറയുന്നത്. അതുപോലെ സൽഗ്രന്ഥങ്ങൾ നമ്മൾ പാരായണം ചെയ്യുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മുടെ സദ്ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ബൈബിള്, അല്ലെങ്കിൽ നമ്മുടെ ഭഗവത്ഗീത, രാമായണം, ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്യുക. ഇതൊക്കെ പഠിക്കുക. ഒരു നിമിഷമെങ്കിലും നമ്മൾ ആത്മവിചാരത്തിന് പാകപ്പെടുന്ന തരത്തിൽ നമ്മൾ
മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. ഇവിടെ അല്ലെ ശ്രീനാരായണ ഗുരുദേവന്റെ 100 ധ്യാനങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് തലതിരിഞ്ഞാൽ കാണുമല്ലോ. അപ്പൊ ഇത് ഒക്കെ വായിക്കുക. ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എല്ലാ ദിവസവും ഓരോ ശ്ലോകമെങ്കിലൊക്കെ ഇങ്ങനെ നമ്മൾ തുറന്നു വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു ശ്ലോകം എടുത്ത് വെച്ച് ഇങ്ങനെ വായിക്കുക, പഠിക്കുക, എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഇതിലെ ഭഗവത്ഗീത ഇതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുക. സംസ്കൃതത്തിലാണ്, പക്ഷെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ പയ്യെ 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 നമുക്ക് ശാന്തമാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം അതിലൂടെ നമുക്ക് ഒരു സ്ഥിരപ്രജ്ഞത അല്ലെങ്കിൽ നമ്മുടെ പ്രജ്ഞയെ ബുദ്ധിയെ നമുക്ക് സ്ഥിരമാക്കി നിർത്താനായിട്ട് സാധിക്കും. അപ്പം മനസ്സ് ശാന്തമാക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ളത് 10ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം പരോപകാരപ്രദമായിരിക്കണം. 10ാമത്തെ നമ്മുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരോപകാരപ്രദമായിരിക്കണം. അല്ലെ, നമ്മുടെ സുഖം മറ്റുള്ളവരുടെ സുഖമായിട്ട് മാറണം. അപ്പൊ അതിനുള്ളൊരു വേദിയാണ് RCM എന്ന് പറയുന്നത്. RCM ഒരു പരോപകാരത്തിന്റെ വേദിയാണ്. RCMന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മൾ വലിയൊരു പരോപകാരമാണ് ഈ സമൂഹത്തിന് ചെയ്യുന്നത്. ഇപ്പം റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത് അല്ലെ, റൈറ്റ് കൺസെപ്റ്റ് അല്ലെ, അത് ശരിയായ രീതിയിലുള്ള ഒരു പരോപകാരത്തിന്റെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന നല്ല ഉൽപ്പന്നങ്ങൾ ഇന്നത്തെ ഈ കപടമായ ലോകത്ത് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് RCM എന്ന് പറയുന്നത്. ഇപ്പം RCM ഉൽപ്പന്നങ്ങൾ നമുക്ക് നമ്മുടേതായ തലത്തിൽ നിന്നുകൊണ്ട് ഇപ്പം പരോപകാരമേ പുണ്യം പാപമേ പരമപീഡനം എന്ന് കവി പറയുന്നു. അപ്പം ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും ഒക്കെയുള്ള ഏറ്റവും നല്ല പരിഹാരമായി കൊണ്ട് നമുക്ക് RCMന്റെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്, പരിചയപ്പെടുത്താവുന്നതാണ്. അപ്പം നമ്മളിൽ നിന്ന് നല്ല പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ മാത്രമേ സമൂഹം നമ്മളെ ആദരിക്കത്തുള്ളൂ. അപ്പൊ അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും, നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ നമ്മളത് മെച്ചപ്പെടുത്തും. അപ്പൊ നമുക്കൊരു ശാന്തത ഉണ്ടാകും. നമ്മൾ കാരണം ഒരു 10 കുടുംബങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു കൃതജ്ഞത, നമ്മളിലുണ്ടാകുന്ന കരുണയുടെ ഒരു വളർച്ച, അത് നമ്മളെ വലിയൊരു മനസ്സിന്റെ ഉടമയിലേക്ക് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഉള്ള ഒരു വലിയൊരു വളർച്ചയിലേക്ക് നമ്മളെ അത് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു മഹത്തായ വേദിയാണ് നമ്മുടെ RCM എന്ന് പറയുന്നത്. ഉൽപ്പന്നങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുക, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിലൂടെ മറ്റുള്ളവർ നന്നാകുന്നതും നമ്മുടെ ടീം അംഗങ്ങളൊക്കെ വളരുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു നന്മ, അതിലൂടെ നമുക്ക് സ്വയം അഭിമാനിക്കാം. നമുക്ക് നല്ല കാര്യം ചെയ്തിട്ട് ഈ ലോകത്ത് നിന്ന് നമുക്ക് കടന്നു പോകാനായിട്ട് പറ്റും. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പൊ സൽക്കർമ്മങ്ങളുടെ ഒരു വേദിയായിട്ട് ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ലാഭം മാത്രമല്ല മറ്റുള്ളവർക്കും ലാഭം ഉണ്ടാവണം, നമ്മുടെ സുഖം മാത്രമല്ല മറ്റുള്ളവർക്കും സുഖം ഉണ്ടാകണം. അതൊരു ചെറിയ ജീവിക്ക് പോലും എല്ലാ ജീവജാലങ്ങൾക്കും ലോക സംസ്ഥ സൂനോ ഭവന്തു എന്നുള്ള ഭാരതീയത്തിന്റെ ആ ആപ്തവാക്യം അതാണ് നമ്മൾ എല്ലായിടത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരുമായിട്ടും കലഹത്തിനോ യുദ്ധത്തിനോ പഴക്കനോ ഒന്നും പോകുന്നില്ല. എല്ലാവർക്കും സമാധാനത്തിന്റെ സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു സന്ദേശത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഓരോ സ്റ്റെപ്പ് നമ്മൾ ഉയർത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ജീവിത വീക്ഷണം നമുക്കുണ്ടാകുന്നത്. അതിനായിട്ട് നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുക, നമ്മുടെ ചിന്തകളെ എപ്പോഴും സജീവമാക്കി നിലനിർത്തുക. സദ്വിചാരങ്ങൾ കൊണ്ട്, സദ്ഭാവങ്ങൾ കൊണ്ട്, സത്ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ എപ്പോഴും ഉദ്ധരിപ്പിക്കുക, ഉണർത്തുക. ആ ഉണർവിലൂടെ നമുക്ക് എന്നും ലോകത്തിന് നന്മ കൊടുക്കുന്നവരായിട്ട്, പ്രകാശം കൊടുക്കുന്നവരായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ വളർച്ച, നമ്മുടെ നാടിന്റെ വളർച്ച, നമ്മുടെ മൊത്തത്തിലുള്ള ഈ ഭാരതത്തിന്റെ വളർച്ച ലോകത്തിന് മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഈ അവസരം നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതം ധന്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഈ 10 കൽപ്പനകൾ അല്ലെങ്കിൽ ഈ 10 പ്രമാണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലും മനസ്സിലും എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് RCM.